കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു കുട്ടി മരിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് മാറ്റി. സുനിൽ ഐസക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സുനിൽ, ഇപ്പോൾ എങ്ങനെയാണ് അപകടമുണ്ടായത്? അതിദാരുണമായ സംഭവമാണ്. മരിച്ച കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? അതോടൊപ്പം പരിക്കേറ്റ കുട്ടികളുടെയൊക്കെ ആരോഗ്യനില എങ്ങനെ? വെച്ച് വൈകിട്ട് 4:30 അപകടമുണ്ടായത്. പാലത്തിന് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട ബസ് മറിയുകയായിരുന്നു. കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂളിൽ നിന്ന് കുട്ടികളെയുമായി മടങ്ങി വരുന്ന വഴിക്കാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. 15 കുട്ടികൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. ഈ കുട്ടിയെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ആശുപത്രി അധികൃതരിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. ആകെ ഞാൻ പറഞ്ഞതുപോലെ 15 കുട്ടികൾക്ക് പരിക്കേൽക്കുന്നു. അതിൽ 8 കുട്ടികൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും മറ്റു കുട്ടികളെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരിൽ മറ്റ് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഒരു 2 കുട്ടികൾക്കും കൂടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അവരെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റു കുട്ടികളുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമല്ല. അവർക്ക് അത്ര വലിയ പരിക്കില്ല എന്ന വിവരം കൂടി ആശുപത്രിയിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ മരിച്ച കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലാണ് ഉള്ളത്. ആ കുട്ടിയുടെ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ പുറത്തേക്ക് പറയാൻ സമയമായിട്ടില്ല. കാരണം അപകടം നടന്ന സമയമായിട്ടേ ഉള്ളൂ. അത് എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആകെ പരിക്കേറ്റ 15 കുട്ടികളിൽ ഒരു കുട്ടി മരിച്ചിരിക്കുന്നു. മറ്റ് 8 കുട്ടികളെ സഹകരണ ആശുപത്രിയിലും ബാക്കിയുള്ള കുട്ടികളെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അതിൽ 2 കുട്ടികളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഇപ്പോൾ റെഫർ ചെയ്തിട്ടുമുണ്ട്. സ്നേഹ. ശരി, കണ്ണൂർ വളക്കയിലാണ് അതിദാരുണമായ ബസ് അപകടം ഉണ്ടായത്. ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. നിരവധി കുട്ടികൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്.